ഹായ് എവരിവൺ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളോടൊപ്പം ഹെൽത്തി ഫ്ലിക്സിലുള്ളത് ഡോക്ടർ നാരായണൻ സാർ സാൻസ് ക്ലിനിക് എന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് റൺ ചെയ്യുന്നുണ്ട്. ഓൾസോ ഹീസ് എ വെരി സീനിയർ പീഡിയാട്രിഷ്യൻ. ഹായ് സർ, വെൽക്കം. സോ സർ, ഇപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂണൈസേഷൻ അഥവാ ഈ പ്രതിരോധ ചികിത്സയുടെ പ്രാധാന്യം എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വിവരിച്ചു കൊടുക്കാമോ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുക. അതാണ് പ്രിവെൻറ്റീവ് തെറാപ്പി, അതാണ് ഇമ്മ്യൂണൈസേഷൻ. ഒരു അസുഖം വരികയാണെങ്കിൽ അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, സാമ്പത്തിക ബാധ്യത, പിന്നെ ചിലപ്പോൾ നമ്മൾ എത്ര വിദഗ്ധ ചികിത്സ നൽകിയാലും ചിലപ്പോൾ അസുഖം മാറണമെന്നില്ല. ചിലപ്പം കുട്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരും. ആ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇക്കാലത്ത് ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ആണ് ഏറ്റവും കൂടുതൽ ഈ വാക്സിനേഷൻ എന്നുള്ളൊരു പദവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രചരിച്ചത് ഈ ഒരു സമയങ്ങളിലാണ്. അപ്പോൾ ഈ പ്രധാനമായിട്ടും ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് വാക്സിനേഷനുകളെ കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. കാരണം ഈ വാക്സിനേഷൻ കൊണ്ട് നമുക്കുണ്ടായ നേട്ടങ്ങൾ പലപ്പോഴും നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഒരു 50 വർഷം മുമ്പ് വസൂരി എന്ന് പറഞ്ഞൊരു രോഗം ഉണ്ടായിരുന്നു, സ്മോൾ പോക്സ്. അത് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ശതമാനം ആളുകൾ മരിച്ചു പോവുക, അല്ലെങ്കിൽ അവർക്ക് ബ്ലൈൻഡ്നെസ്, മൊത്തമായിട്ട് കാഴ്ച പോവുക, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്ന അസുഖമായിരുന്നു. ആ ഒരു രോഗം വാക്സിനേഷൻ കൊണ്ട് മാത്രമാണ് ഇല്ലാണ്ടായത്. 1977 അവസാനത്തിൽ, 50 വർഷം മുമ്പാണ് അവസാനമായിട്ട് ഈ വസൂരി രോഗം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആളുകൾക്കെല്ലാം, നമുക്കെല്ലാം ഈ ജനറേഷനിൽ പലർക്കും അറിയാമായിരിക്കും, പോളിയോ എന്ന രോഗം വന്നിട്ട് ഒരു സൈഡൊക്കെ തളർന്നു പോവുക. അങ്ങനെയുള്ള ചില ആളുകൾ ഇപ്പം നമുക്ക് കാണാൻ പറ്റും. ആ ഒരു രോഗവും ഇന്ത്യയിൽ നിന്ന് 2014 ഒരു 12 വർഷം മുമ്പ് പോളിയോ നിർമ്മാർജ്ജനം ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ പോളിയോ ഓൾമോസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഫലവത്തായ ഒരു ഇൻ്റർവെൻഷൻ, ഒരു നടപടിക്രമമാണ് ഈ വാക്സിനേഷൻ എന്നുള്ള കാര്യം പലപ്പോഴും നമുക്കറിയില്ല. എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പാർശ്വഫലം, അത് 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും ജീവഹാനി ഒന്നും സംഭവിക്കാറില്ല. പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു പാർശ്വഫലമോ മറ്റോ ഉള്ളത് കൊണ്ട് നമ്മൾ വാക്സിനേഷൻ വേണ്ട എന്ന് വെക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. സർ, അതേപോലെ ഇന്നത്തെ കാലത്ത് മിക്ക ആളുകൾക്കും അറിയില്ല എന്തൊക്കെ രോഗങ്ങൾക്ക് വാക്സിനേഷൻ കിട്ടും, എന്തൊക്കെ രോഗങ്ങൾക്കാണ് വാക്സിനേഷൻ ഇല്ലാത്ത എന്നൊരു ക്ലിയർ പിക്ചർ മിക്കപ്പോഴും നമ്മുടെ ആളുകൾക്കില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ഗവൺമെന്റിലും പ്രൈവറ്റിലുമായിട്ട് ലഭ്യമായിരിക്കുന്ന വാക്സിനുകൾ ഏതൊക്കെ രോഗങ്ങൾക്കാണ് വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറയാമോ? അതെ, ഈ വാക്സിനേഷൻ അവൈലബിൾ ആയിട്ടുള്ള രോഗങ്ങളെ, അതിൻ്റെ എണ്ണം ഓരോ വർഷം കഴിയുന്നതോട് കൂടിക്കൂടി വരികയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്കെടുത്ത് നോക്കിയപ്പോൾ ഇന്ന് കേരളത്തിൽ നമുക്ക് 21 രോഗങ്ങൾ വാക്സിനേഷൻ കൊണ്ട് തടയാൻ പറ്റും. അത് കേരളത്തിൽ വിദേശ രാജ്യങ്ങൾ അതിൽ കൂടുതലുണ്ട്. നമ്മുടെ ചുറ്റുപാടും തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസ് അത്രയുണ്ടെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ആശുപത്രി എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആദ്യം BCG, അത് TB രോഗം തടയാനുള്ളതാണ്. പ്രസവിച്ചുടനെ കൊടുക്കുന്ന വേറൊരു ഇഞ്ചക്ഷൻ. ഹെപ്പറ്റൈറ്റിസ് B, മഞ്ഞപ്പിത്തം തടയാനുള്ളത്. പിന്നെ പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ തടയാനുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളെല്ലാവർക്കും അറിയുമായിരിക്കും, പെൻഡാവാക് എന്ന് പറഞ്ഞിട്ടൊരു വാക്സിൻ. അതിനകത്ത് നമുക്ക് ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള പറഞ്ഞ രോഗം, പെർട്ടസിസ്, വില്ലൻ ചുമ, പിന്നെ ടെറ്റനസ്, അതിന് കൂടെ തന്നെ ഹിബ് എന്ന് പറഞ്ഞ രോഗം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് B നേരത്തെ പറഞ്ഞു. ഇത്രയും രോഗങ്ങൾ അതുകൊണ്ട് തന്നെ തടയാൻ പറ്റും. ഒറ്റൊരു ഇഞ്ചക്ഷൻ കൊണ്ട് 5 രോഗങ്ങൾ തടയാൻ പറ്റും. പിന്നെ ആ സമയത്ത് തന്നെ അവർക്ക് ഒരു റോട്ടാ വൈറസിൻ്റെ ഒരു ഡയറിയ തടയാനുള്ളൊരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ന്യൂമോകോക്കൽ വാക്സിൻ കൊടുക്കുന്നുണ്ട്, ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് ഒക്കെ തടയാനുള്ള. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു 9 മാസം ആകുമ്പോൾ നമുക്ക് MR വാക്സിൻ കൊടുക്കുന്നുണ്ട്. MR എന്ന് പറഞ്ഞാൽ പിന്നെ മീസിൽസും റൂബലയും 2 രോഗങ്ങൾ തടയാനുള്ള വാക്സിൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജപ്പാൻ ജ്വരം, അതിനെതിരെയുള്ള ഇഞ്ചക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പേവിഷബാധ തടയാനുള്ള വാക്സിൻ ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ 13 രോഗങ്ങൾ ഗവൺമെൻറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്.
ഇത് കൂടാതെ നമ്മൾ പ്രൈവറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫ്ലൂ വാക്സിൻ ഉണ്ട്, ഇൻഫ്ലുവൻസ തടയാനുള്ള ഫ്ലൂ വാക്സിനുണ്ട്, ടൈഫോയിഡ് തടയാനുള്ള വാക്സിനുണ്ട്, ചിക്കൻ ബോക്സിൻ്റെ വാക്സിനുണ്ട്, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന രോഗം തടയാനുള്ള വാക്സിനുണ്ട്, പിന്നെ മെനിഞ്ചോക്കൽ എന്ന് പറഞ്ഞാൽ ഒരു മെനിഞ്ചൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്ന അത് തടയാനുള്ള വാക്സിനുണ്ട്. പിന്നെ അഡോളസൻ കുട്ടികൾക്കൊക്കെ പിന്നെ നമുക്ക് HPV എന്ന് പറഞ്ഞൊരു വാക്സിൻ അത് ഈയിടെയായിട്ട് അത് കുറച്ചൊക്കെ ഒരു പരിധിവരെ ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട്, പക്ഷേ കൂടുതലും പ്രൈവറ്റിൽ കിട്ടുന്ന ഒരു വാക്സിനാണ്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ യെല്ലോ ഫീവറിൻ്റെ വാക്സിൻ ഉണ്ട്. ഇങ്ങനെ ഒരു 20-21 രോഗങ്ങൾ തടയാനുള്ള വാക്സിൻ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അവൈലബിൾ ആണ്. സർ, അടുത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും കിട്ടുന്ന വാക്സിനുകൾ തമ്മിൽ എന്തെങ്കിലും ഗുണനിലവാരത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർ? തീർച്ചയായിട്ടും അങ്ങനെയില്ല. ഗുണനിലവാരത്തിൽ യാതൊരു വ്യത്യാസമില്ല. പിന്നെ ചില വാക്സിൻസ് ഗവൺമെൻറ്റിൽ വരുന്നത് ചിലപ്പോൾ കുറച്ചുകൂടി അതിനേക്കാൾ കുറച്ചുകൂടി പ്യൂരിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഉദാഹരണത്തിന് DPT വാക്സിൻ, നമ്മൾ എടുക്കുന്ന DPT വാക്സിൻ, ഗവൺമെൻറ് എടുക്കുന്ന വാക്സിൻ, അത് നല്ല എഫിക്കസി ഉള്ള, പക്ഷെ അത് ചെറിയൊരു എടുത്ത സ്ഥലത്തുള്ള വേദന അത് കുറച്ച് കൂടുതൽ ഉണ്ടാവും. അതിന് കുറച്ചുകൂടി ആ വേദന ഒഴിവാക്കുന്നുള്ളൊരു ആ വേദന ഉണ്ടാക്കുന്ന ഘടകം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു എസെൻഡുലാർ പെർട്ടസിസ് എന്ന് പറഞ്ഞ വാക്സിൻ ഉണ്ട്. പക്ഷെ ഗുണനിലവാരം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ വേദനയുള്ള വാക്സിൻ ആയിരിക്കും ഗുണനിലവാരം കൂടുതൽ ഉണ്ടാവുക. അപ്പം ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഗവൺമെൻറ്റിൽ ഇന്ന് ലഭിക്കുന്ന എല്ലാ വാക്സിനുകളും വളരെ സേഫാണ്. അതിൽ ഗുണനിലവാരത്തിനെ പറ്റി യാതൊരു തർക്കവുമില്ല. സാർ, അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എടുക്കേണ്ട വാക്സിൻ മെയിൻ ആയിട്ടുള്ള വാക്സിനുകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും അത് ആദ്യത്തെ ഒരു വർഷമാണ് വാക്സിനേഷൻ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. അത് പ്രസവിച്ച ഉടനെ തന്നെ ഇപ്പോൾ കേരളത്തിൽ എവിടെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ആദ്യം നമുക്ക് BCG ഉണ്ടാവും. അത് TB പ്രിവെൻറ്റ് ചെയ്യേണ്ട ഒരു വാക്സിനാണ്. പിന്നെ OPV ഓറൽ പോളിയോ വാക്സിൻ അതുണ്ടാവും. ഹെപ്പറ്റൈറ്റിസ് B. ഈ 3 വാക്സിനുകൾ കുട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അത് എടുത്തിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെൻഡാവാക് വാക്സിനും റോട്ടാവൈറൽ വാക്സിനും ഇതാണ് പിന്നെ കൊടുക്കുന്നത്. ന്യൂമോകോക്കൽ വാക്സിൻ. ഇതിൻ്റെയൊക്കെ പെൻഡാവാക്കിൻ്റെ 3 ഡോസും പിന്നെ ആദ്യമേ തന്നെ പിന്നെ ന്യൂമോകോക്കൽ വാക്സിൻ്റെ 2 ഡോസും റോട്ടാ വൈറസിൻ്റെ 2 ഡോസും 6 മാസത്തിന് മുമ്പ് കൊടുക്കും. പിന്നെ 9 മാസം ആകുമ്പോൾ MR വാക്സിൻ കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ന്യൂമോകോക്കൽ വാക്സിൻ്റെ ഒരു ബൂസ്റ്റർ ഡോസും. 1 വയസ്സാകുമ്പോഴത്തേക്ക് ഇത്രയും വാക്സിനുകൾ നമ്മൾ കൊടുത്തിരിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ കാലയളവിൽ തന്നെ ടൈഫോയിഡിൻ്റെയും ഒരു ഡോസ് കൊടുക്കും. ഇൻഫ്ലുവൻസയുടെ ഫ്ലൂ വാക്സിൻ ഒരു ഡോസ് അത് കൊടുക്കും. ഇതാണ് 1 വയസ്സിനുള്ളിൽ കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഹെപ്പറ്റൈറ്റിസ് എയുടെ വാക്സിനേഷൻ നമുക്ക് തുടങ്ങാവുന്നതാണ്. അതാണ് വെള്ളത്തിൽ കൂടി വരുന്ന മഞ്ഞപ്പിത്തത്തിന്. ഇതാണ് ഫസ്റ്റ് ഇയറിൽ കൊടുക്കുന്ന വാക്സിൻസ്. അപ്പം നമ്മൾ ഈ ചില ആളുകൾ ചില വാക്സിൻസ് അവർ സ്കിപ്പ് ചെയ്യാറുണ്ടല്ലോ. അപ്പം ഈ എടുക്കേണ്ട സമയത്ത് വാക്സിൻസ് എടുക്കാണ്ടിരുന്നാൽ അതിനെന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അത് പിന്നീട് എടുത്താൽ പ്രശ്നമുണ്ടോ? ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും അമ്മമാർ തിരിച്ചു ചോദിക്കാറുണ്ട്. നമ്മളിപ്പം സാധാരണ എല്ലാവരും 20 വയസ്സിൽ 21 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുക. 21 വയസ്സിൽ കല്യാണം കഴിച്ചില്ല, അല്ലെങ്കിൽ 23 വയസ്സിൽ കല്യാണം കഴിച്ചില്ല, നമ്മൾ 30 വയസ്സിൽ കല്യാണം കഴിക്കാതിരിക്കില്ലല്ലോ. അതുപോലെ തന്നെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു പ്രായത്തിൽ ഒരു ആദ്യത്തെ വർഷം തന്നെ 2ാമത്തെ വർഷം നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് അസുഖം ചിലപ്പോൾ വരണമെന്നില്ല. അപ്പം നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യില്ല. അപ്പം നമ്മൾ എപ്പോഴാണോ നമുക്ക് ഒരു വാക്സിൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് വിട്ടുപോയ എല്ലാ വാക്സിനും കൂടെ എടുക്കാൻ പറ്റും. അതിനോട് ഞാൻ 1 വർഷത്തിൽ ഫസ്റ്റ് ഇയറിൽ എടുത്തില്ല അതുകൊണ്ട് ഇനി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. എപ്പോൾ വേണമെങ്കിലും ഈവൻ അഡൽട്സിന് ഇപ്പം അഡൽട്സിന് ഇപ്പോൾ ഒരുപാട് വാക്സിൻസ് ഉണ്ട്. ഇപ്പം ചിക്കൻ ബോക്സിൻ്റെ പ്രത്യേകിച്ച് ഈ കോളേജിലൊക്കെ പുറത്തൊക്കെ പോയി പഠിക്കുന്നവർക്ക് മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത. അപ്പോൾ ആ വാക്സിനുകൾ നമ്മൾ എപ്പോഴാണോ നമ്മൾ റെഡിയാവുന്നത് അപ്പം വാക്സിൻ അവൈലബിൾ ആണ്. അത് കൊടുക്കേണ്ടതാണ്, എടുക്കേണ്ടത്. ഈ കൗമാരപ്രായക്കാർക്ക് എടുക്കേണ്ടതായിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൗമാരപ്രായക്കാർ നമ്മൾ നേരത്തെ വാക്സിനുകൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നമുക്ക് 1 വയസ്സ് തൊട്ട് എപ്പോഴും എടുക്കാം. പക്ഷെ നമ്മൾ എടുത്തില്ല എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വാക്സിൻ കൗമാരത്തിലും അഡൽട്ട് ഹുഡിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ, മഞ്ഞപ്പിത്തത്തിന്റെ. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ്. കാരണം ചിക്കൻ ബോക്സിന്റെ ഒക്കെ പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലെയോ അല്ലെ 12ാം ക്ലാസ്സിലെയോ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ ക്ലാസ് മിസ്സാവുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴാണ് നമുക്കത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും
പിന്നെ ചിക്കൻ ബോക്സിന്റെ വാക്സിൻ എടുക്കും. ടൈഫോയിഡ്, വെള്ളത്തിൽ കൂടി വരുന്ന രോഗം കേരളത്തിൽ അത്ര കോമൺ അല്ലെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വരാനുള്ള സാധ്യത. പിന്നെ ഈയിടെയായിട്ട് ഇപ്പം നിങ്ങൾ ഈയിടയ്ക്ക് അറിഞ്ഞു കാണും, പിന്നെ HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി അത് ഒക്കെ തന്നെ ഇന്ത്യയിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു സന്ദേശം ചെയ്യേണ്ട സൗജന്യമായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്, പല സ്ഥലത്തും ഗവൺമെന്റിലും ലഭ്യമാണ്. അപ്പൊ അത് ഈ 9 വയസ്സ് മുതൽ നമുക്ക് കൗമാരപ്രായക്കാരായ, നേരത്തെ പെൺകുട്ടികൾ മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞു, ഇപ്പൊ ആൺകുട്ടികളിലും കൊടുക്കുന്നുണ്ട്. HPV വൈറസ് ഒക്കെ, HPV വാക്സിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ വെജൈനൽ ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പറയുന്നത് അത് ശരിയുള്ള ഒരു കാര്യം? തീർച്ചയായിട്ടും. കാരണം ഈ HPV വാക്സിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആന്റിബോഡി വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മുടെ മുഖ്യഭാഗങ്ങളിൽ അത് വരാതിരിക്കും, കയറാതിരിക്കും. അപ്പൊ പിന്നെ ക്യാൻസറിന്റെ ചാൻസ് 97% അത്രത്തോളം കുറക്കാം. നമ്മൾ ഈ കുട്ടിക്കാലത്ത് എടുക്കുന്ന ഒരു വാക്സിൻസ് ഇല്ലേ, അതിന്റെ ഫലം എത്ര നാള് വരെ നിലനിൽക്കും? അതിന് നമ്മളിപ്പം അത് ഓരോ വാക്സിൻ അനുസരിച്ച്. ഇപ്പൊ BCG ഒരു പ്രാവശ്യം എടുത്താൽ മതി, അതിന് പിന്നെ 2ാമത് എടുക്കണ്ട. ചിക്കൻ ബോക്സ് 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ. പക്ഷെ ചില വാക്സിനുകൾ, ഇപ്പൊ DPT, ഡിഫ്തീരിയ, നേരത്തെ പറഞ്ഞ ഡിഫ്തീരിയ, പെർട്ടസിസ്, ടെറ്റനസുള്ള വാക്സിൻ, നമ്മൾ ഫസ്റ്റ് ഇയർ ഒരു 3 ഡോസ് എടുക്കുന്നു, അതിന്റെ എഫക്റ്റ് കുറെ കഴിയുമ്പോൾ പോകും. അപ്പൊ നമ്മൾ 1.5 വയസ്സിലൊരു ബൂസ്റ്റർ എടുക്കും, അത് കഴിഞ്ഞിട്ട് 5 വയസ്സിലൊരു ബൂസ്റ്റർ എടുക്കും, അത് കഴിഞ്ഞിട്ട് 10 വയസ്സിലൊരു ബൂസ്റ്റർ എടുക്കും, പിന്നെ 15 വയസ്സിൽ BT എന്നൊരു ബൂസ്റ്റർ എടുക്കും. അപ്പൊ അതിനെ ബൂസ്റ്റിംഗ് എന്നാ പറയാം. അപ്പൊ ഇതിന്റെ എഫക്റ്റ് കാലക്രമേണ കുറഞ്ഞു വരും ചില വാക്സിൻസ്. അപ്പൊ നമ്മൾ അതിന് ഒരു ഡോസ്, ആദ്യത്തെ വർഷം DPT 3 ഡോസ് എടുക്കുന്നതിന് വരെ, പിന്നെ 1.5 വയസ്സിൽ 1 എടുത്താൽ മതി, പിന്നെ അത് കഴിഞ്ഞ് ഒരു 3.5 വർഷം കഴിയുമ്പോൾ 1 എടുത്താൽ മതി, പിന്നെ 5 വർഷം കഴിയുമ്പോൾ 1 എടുത്താൽ മതി. അപ്പൊ ആ ഡ്യൂറേഷൻ, ആ കാലയളവ് വളരെ ഇന്റർവെൽ കുറെ കൂടിക്കും. അതാണ് ചെയ്യുന്നത്. നമ്മളിപ്പോ എടുത്ത ഈ കോവിഡ് വാക്സിൻ ഒക്കെ എത്ര നാള് വരെ ഇതിന്റെ ഫലം കാണാൻ കഴിയും? കോവിഡ് വാക്സിൻ വ്യാപകമായിട്ട് എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം അധികം നാളുകളായിട്ടില്ല. അപ്പോ ഇനി ശരിക്കും കോവിഡ് വാക്സിന്റെ എഫക്റ്റ് അറിയണമെങ്കിൽ അടുത്തൊരു കോവിഡ് എപ്പിഡമിക് വരണം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പല വാക്സിനുകളും 10-30 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് അതിന് എത്ര ഇമ്മ്യൂണിറ്റി. കാരണം ഒരു വാക്സിൻ ഇപ്പൊ എടുത്തിട്ട് അതിന് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടണം, അതിന്റെ ആയുഷ്കാലം മുഴുവൻ അതിന് ഇമ്മ്യൂണിറ്റി കിട്ടണം എന്ന് പറഞ്ഞാൽ ആ എടുത്ത ആള് 10-20 ദിവസം ജീവിച്ചിട്ട് അയാൾക്ക് അസുഖമില്ല എന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചാലേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കോവിഡിന്റെ കാര്യത്തില് അന്നത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. ഇനിയിപ്പോ വരുന്ന കോവിഡിന്റെ സ്ട്രെയിൻ എങ്ങനെയായിരിക്കും, ആ വൈറസിന്റെ അതിന്റെ മ്യൂട്ടേഷൻ എങ്ങനെയാണ്, അപ്പൊ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ ചിക്കൻ പോക്സിന് ഒക്കെ എടുക്കുന്ന, ചിക്കൻ പോക്സ് ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നീട് വരില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിനുള്ള ചില ആളുകൾക്ക് ഇപ്പം വാക്സിൻ എടുത്താൽ പോലും ചിക്കൻ പോക്സ് വരുന്നതായിട്ട് അങ്ങനെയൊക്കെ ഇല്ലേ? അതൊക്കെ എന്തുകൊണ്ടാകാം? 2 കാര്യമുണ്ട്. ചിക്കൻ പോക്സ് നമ്മൾ എടുക്കേണ്ടത് 2 ഡോസ് വാക്സിൻ എടുക്കണം. പലപ്പോഴും നമ്മൾ 1 ഡോസ് വാക്സിൻ എടുക്കും. അപ്പോൾ 1 ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ശരാശരി 90% ഇമ്മ്യൂണിറ്റി കിട്ടും. 2 ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 97-98% ഇമ്മ്യൂണിറ്റി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വ്യക്തിയുടെ ബേസിക്കലി ഈ അസുഖം വരാതിരിക്കുന്നത് ഈ വാക്സിനേഷൻ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി കൂടെ കൂടിയിട്ടാണ്. ഏതെങ്കിലും ഒരു കാലയളവിൽ ഇപ്പൊ ഞാൻ പറയാം, അപ്പൊ അവരിപ്പോ ഒരു കീമോതെറാപ്പി എടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയും. അല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് ചിലപ്പോൾ വന്നുകൂടാതില്ല. പക്ഷെ അപ്പൊ വരുന്നത് അത് വളരെ മൈൽഡായിട്ടേ വരും. നമ്മളിപ്പോ സാധാരണ ചിക്കൻ ബോക്സ് പിന്നെ മുഖം മുതൽ കാല് വരെ വരുന്നുണ്ടെങ്കിൽ ഈ വാക്സിൻ എടുത്തുകൊണ്ട് വരുന്ന ചിക്കൻ ബോക്സ് അവിടെ ഇവിടെ 1-2 കുമിളകൾ മാത്രമേ ഉണ്ടാവും. അതിന്റെ സിവിയറിറ്റി ഓഫ് ഇൽനെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. ഈയിടെ ഞാൻ ഒരിടത്ത് വായിച്ചിരുന്നു, അതായത് നമ്മുടെ കോവിഡും H1N1 കൂടി ചേർന്നിട്ട് വേറൊരു വൈറസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്, അതിങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പം അതിന് വേറെ തന്നെ ഒരു വാക്സിനേഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു വാക്സിനേഷൻ കണ്ടുപിടിക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ വരാം കോമ്പിനേഷൻ. ഇതൊക്കെ നമ്മുടെ ഈ വാക്സിനോളജി പറഞ്ഞ ഒരു വലിയ സയൻസാണ്. അതിങ്ങനെ എവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ പുതിയ അസുഖങ്ങൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ H1N1 തന്നെ ഉണ്ടല്ലോ, ഈ ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിൻ എടുക്കുന്നത്. ഫ്ലൂ വാക്സിൻ നമുക്കറിയാം, പിന്നെ വിദേശ രാജ്യങ്ങൾക്ക് എല്ലാ വർഷവും ഫ്ലൂ ഷോട്ട് എന്ന് പറയുന്നത് എടുത്തുകൊണ്ടിരിക്കും. അത് എന്തുകൊണ്ടാണ് എല്ലാ വർഷവും എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഇൻഫ്ലുവൻസ വൈറസ് അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, അതിന്റെ ആന്റിജൻ ഘടന. അപ്പൊ ആ പുതിയ ആന്റിജൻ ഘടന വരുമ്പോൾ പഴയ വാക്സിൻ എഫക്റ്റീവ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ ചിക്കൻ ബോക്സ് ഒക്കെ എത്രയോ വർഷങ്ങളായിട്ട് ആ വൈറസ് ഇതുവരെ അതിന്റെ ഘടന മാറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, അതൊന്നും അതിന്റെ ഘടനയിൽ വ്യത്യാസം വരാത്തതുകൊണ്ട് നമുക്ക് ആ വാക്സിൻ തന്നെ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ഡോസൊക്കെ പലപ്പോഴും മതിയാവും. ഇങ്ങനെ ഘടനകൾ മാറ്റുമ്പോൾ നമ്മുടെ ആ വാക്സിന്റെ സ്ട്രക്ചർ മാറ്റേണ്ടി വരും. പുതിയ വേർഷൻ അല്ലെങ്കിൽ പുതിയ എഡിഷൻ വാക്സിൻ കൊടുക്കും. അപ്പൊ ഈ പ്രീ ടേം ബേബീസിനൊക്കെ വാക്സിനേഷൻ എടുക്കുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ബേസിക്കലി പ്രീ ടേം ബേബീസിനൊക്കെ വാക്സിൻ എടുക്കാം. പിന്നെ ചില വാക്സിനുകൾ ഇത്ര വെയിറ്റ്, ഇപ്പൊ ചിലപ്പോൾ തീരെ ഇപ്പൊ നമുക്കൊരു 1000 ഗ്രാം വെയിറ്റുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുക്കണം. പക്ഷെ നമ്മള് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ ഡോക്ടർ നിയോണറ്റോളജിസ്റ്റ് ആവശ്യമുള്ള വാക്സിനുകൾ എടുത്തിട്ടാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക. എന്നിട്ട് ഇന്ന പർട്ടിക്കുലർ ദിവസം വന്നു കഴിഞ്ഞാൽ അതിന്റെ സമയമാകുമ്പോഴത്തേക്ക് അടുത്ത വാക്സിൻ എടുക്കാൻ. പ്രീ ടേം ബേബീസിന് അവർക്കാണ് കൂടുതൽ വാക്സിൻ വേണ്ടത്, കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി മറ്റുള്ളവരെക്കാൾ കുറവാണ്. അപ്പൊ പ്രീ ടൈം ആയതുകൊണ്ട് നമ്മൾ വാക്സിൻ കൂടുതൽ എടുക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത നമ്മുടെ ഒരു വർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് നമ്മുടെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കില്ലേ, അവരുടെ വാക്സിനേഷന്റെ ആ ഒരു സ്കെഡ്യൂളിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ? അടിസ്ഥാനപരമായിട്ട് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ വാക്സിനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സീഷണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് അവർക്ക് DPT വാക്സിൻ ഒക്കെ എടുക്കുമ്പോൾ ചില പ്രിക്കോഷൻസ് ചെയ്യേണ്ടി വരും, ഫിറ്റ്സ് വരാതിരിക്കാൻ അങ്ങനെയുള്ള. അല്ലാതെ വേറെ ഒന്നും തന്നെ എടുക്കേണ്ട കാര്യമില്ല. സർ, നമ്മുടെ ഈ വാക്സിനേഷൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ആയിട്ട് അതിനുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? പൊതുവേ വാക്സിനേഷൻ അങ്ങനെ വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ചിലപ്പോൾ DPT വാക്സിൻ, അങ്ങനെ ചില വാക്സിൻസിനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഒരു പനി ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ ഹെൽത്ത് സെന്ററിലൊക്കെ പനി മാറാനുള്ള മരുന്ന് തരും. അപൂർവമായിട്ട് ഈ പനി വരുന്ന സമയത്ത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഫെബ്രവരി ഫിറ്റ്സ് വരാം. അപ്പോൾ അതിനുള്ള മരുന്ന് തരും. പിന്നെ അടുത്ത പ്രാവശ്യം വാക്സിൻ എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രിവെന്റീവ് എന്നുള്ള രീതിയിൽ ഫിറ്റ്സ് വരാതിരിക്കാനുള്ള മരുന്നുകളും പനി വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ അവർ കരുതുന്നതായിരിക്കും. ഇത് വളരെ കുറച്ച് 1-2 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് ആ ഭാഗത്ത് കാലിന് ചെറിയൊരു നീരുണ്ടാവും. ഒരു ദിവസം കാല് അനക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ 1-2 ദിവസത്തിനുള്ളിൽ മാറുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് സാധാരണ രീതിയിലുള്ള ചെറിയ ജലദോഷം, ഒരു മൂക്കൊലിപ്പൊക്കെ ഉണ്ടെങ്കിൽ വാക്സിനേഷൻ നീട്ടി വെക്കേണ്ട കാര്യമില്ല. അതേസമയം നമുക്ക് നല്ലൊരു കഫക്കെട്ടും വലിയ പ്രശ്നങ്ങളുണ്ട്, നല്ല പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വാക്സിനേഷൻ ഒരാഴ്ചയൊക്കെ നീട്ടി വെക്കുന്നുള്ള ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ 4 ആഴ്ച ഇടവിട്ട് എടുക്കുന്ന വാക്സിൻ ഒരു 6 ആഴ്ച ഇടവിട്ട് എടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾ വാക്സിനേഷൻ അത് പിന്തിരിയാൻ പാടില്ല. ഒരു അസുഖം മാറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇൻകൺവീനിയൻസ് ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ സ്ഥലത്തുണ്ടാവില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും അസൗകര്യങ്ങളുണ്ടെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ വൈകിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ആ സമയത്ത് അടുത്ത വാക്സിൻ എടുക്കുന്നതിന് മുമ്പേ എടുക്കും. ഈ 2 വാക്സിനുകൾ തമ്മിൽ ഒരു നിശ്ചിത അളവ് വ്യത്യാസം, സമയം ദൈർഘ്യം വേണമെന്നുണ്ട്. ഇപ്പോൾ DPTയുടെ പെൻഡാവാക്ക് ആദ്യത്തെ 6 ആഴ്ച എടുത്തു, പിന്നെ അടുത്തത് 4 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അത് അതിന് മുമ്പ് എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകണം തന്നെ നമ്മൾ ഈ 4 ആഴ്ച കഴിഞ്ഞിട്ടുള്ള വാക്സിൻ 3 ആഴ്ച കഴിഞ്ഞിട്ട് എടുക്കുന്നത് അതിന് എഫക്റ്റ് ആവില്ല. അതിൻ്റെ ഒരു അഡീഷണൽ ഡോസ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, റാബീസിന്റെ വാക്സിൻ ഒക്കെ വരുമ്പോൾ അത് നമ്മൾ ഉടൻ തന്നെ എടുക്കണം. അറിയോ, കഴിഞ്ഞ ഒരു വർഷം ഈ റാബീസിന്റെ, അതായത് പേവിഷബാധ ഏറ്റിട്ട് കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഒരു 40-ൽ പരം ആളുകൾ മരിച്ചിട്ടുണ്ട്. റാബീസ് വാക്സിൻ നമുക്ക് വെയിറ്റിംഗ് ഇല്ല. ആ സമയത്ത് നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും റാബീസ് വാക്സിൻ എടുത്തിരിക്കണം. പിന്നെ 100%. അതെ. അപ്പൊ അതിന് നമുക്ക് വെയിറ്റിംഗ് ഇല്ല, ഉടൻ തന്നെ എടുക്കേണ്ടതാണ്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എപ്പോഴും എടുക്കേണ്ടി വരും. ഈ രോഗം വന്നതിന് ശേഷം വാക്സിൻ എടുക്കുന്നത് എത്രത്തോളം ഫലപ്രദം? രോഗം വന്നതിന് ശേഷം ഫലപ്രദം. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ വാക്സിൻ എടുക്കില്ല, ഡോക്ടർമാരെ എടുക്കണമെന്ന് പറയില്ല. മുണ്ടുനീര് വന്നു കഴിഞ്ഞാൽ പിന്നെ മംസ് വാക്സിൻ എടുക്കാൻ പറയില്ല. അപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാക്സിൻ എടുക്കാം. പിന്നെ ചില രോഗങ്ങൾ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് ആദ്യത്തെ 2 മാസത്തിൽ ചിലപ്പോൾ വില്ലൻ ചുമ വന്നിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ നമ്മൾ DPT ചില അസുഖങ്ങൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ്
വെള്ളത്തിൽ കൂടി വരുന്ന മഞ്ഞപ്പിത്തം ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞാൽ മതി ഡോക്ടർക്ക് ഇങ്ങനെ വെള്ളത്തിൽ കൂടി വന്ന മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ എടുക്കേണ്ട കാര്യമില്ല. ഇത് പ്രിവെന്റീവ് ആണല്ലോ വാക്സിൻ. അസുഖം വന്നിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ ആണെങ്കിൽ, ഈ ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിലും നമുക്ക് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഈ നേരത്തെ പറഞ്ഞ 100% അല്ലെങ്കിൽ ചിക്കൻ ബോക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്ക് നാളെ ചിക്കൻ ബോക്സ് പോകുമെങ്കിൽ ഇന്ന് തന്നെ എന്നിൽ നിന്നും താങ്കൾക്ക് ചിലപ്പോൾ ചിക്കൻ ബോക്സ് കിട്ടും. 1 day ബിഫോർ ദ വെസിക്കിൾ വരുന്നതിന് മുമ്പേ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് അറിയില്ല. അപ്പോൾ എനിക്ക് നാളെ ചിക്കൻ ബോക്സ് വരികയാണ്, അത് താങ്കളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോയിട്ട് 72 മണിക്കൂറിനുള്ളിൽ വാക്സിൻ എടുത്ത് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അത് ആ 72 അവേഴ്സിനുള്ളിൽ എടുക്കണം. അപ്പൊ ഇങ്ങനെ സ്പെഷ്യൽ സിറ്റുവേഷൻസിൽ നമുക്ക് ഇതിന്റെ ഡേറ്റുകൾ കുറച്ച് നേരത്തെ കറക്റ്റ് ടൈമിൽ എടുക്കേണ്ടി വരും. അല്ലാത്ത രീതിയിൽ അവസ്ഥയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാക്സിൻ എടുക്കാം. പക്ഷെ ചില ആളുകൾക്ക് ഇപ്പം ചിക്കൻ പോക്സ് വരാത്ത ആളുകൾ തന്നെ ക്ലോസ് കോണ്ടാക്ട് വന്നാലും ചിക്കൻ പോക്സ് വരാത്തതായിട്ട് ഒക്കെ അതെന്തായിരിക്കാം? 2 രീതിയിലുണ്ട്. ചിക്കൻ ബോക്സ് വരാത്തതെന്ന് പറഞ്ഞാൽ ചിലപ്പോഴീ ചെറിയ രീതിയിൽ നമ്മുടെ പുറത്ത് എവിടെയെങ്കിലും ചെറിയൊരു കുമിളയായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ചിലപ്പോൾ നേരത്തെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടാവും. നേരത്തെ ഈ ചിക്കൻ ബോക്സ് ആയിട്ട്, ചിക്കൻ ബോക്സ് പറഞ്ഞ രോഗം പല രീതിയിൽ വരാം. ചിലപ്പോൾ പുറത്തേക്ക് വരണം തന്നെ ഇല്ല. നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ വൈറസിനെ ന്യൂട്രൈസ് പോയിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, പക്ഷേ ഇത് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ ഒരു വീട്ടിൽ അറിയാം, എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ 1-2 പേർ ചിലപ്പോൾ വരാതിരുന്നിട്ട് നിൽക്കാം. അങ്ങനെ ഉണ്ടാവും, ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടും ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ, ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസർ ചെയ്തതിനായിട്ട് താങ്ക് യു സാർ. Thank you for the opportunity. All the best.